പോയി പഠിക്കാൻ പോകുന്നു. ആ കൂട്ടത്തിൽ അവന്റെ മാതാപിതാക്കൾ നല്ലവണ്ണം പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളായിരുന്നു. മക്കളെ അതേ രീതിയിൽ പ്രാർത്ഥന പഠിപ്പിച്ച് യേശുവിനെ കർത്താവും രക്ഷിതാവുമായി ചെറുപ്രായത്തിൽ തന്നെ അവർക്ക് സ്വീകരിപ്പാൻ ആ മക്കൾക്ക് കഴിഞ്ഞ്. പ്രത്യേകിച്ച് അബ്രഹാം ലിങ്കന് അദ്ദേഹം സമർത്ഥനായിരുന്നു. പഠനത്തിൽ നല്ലവണ്ണം പഠിച്ച് സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ നല്ലവണ്ണം പഠിച്ച് നല്ല വിദ്യാഭ്യാസം ചെയ്ത് ഉന്നതമാവുന്ന നിലയിലേക്ക് എത്തുവാൻ അബ്രഹാം ലിങ്കന് ദൈവം കൃപ നൽകി. പക്ഷെ വന്ന വഴിയൊന്നും അദ്ദേഹം മറന്നില്ല. അദ്ദേഹത്തിന്റെ കോളേജ് ജീവിതത്തിൽ, അദ്ദേഹത്തിന്റെ പഠനവേളകളില്ല, എല്ലാം ദൈവത്തിന്റെ കൃപ അദ്ദേഹത്തോട് കൂടെയിരുന്നു. അദ്ദേഹത്തിന്റെ പഠന സമയത്തൊക്കെ അദ്ദേഹം ദൈവസന്നിധിയിൽ നിന്ന് രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കും ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം അബ്രഹാം ലിങ്കൻ ഉണ്ടായിരുന്നു. അദ്ദേഹം അങ്ങനെ പഠിച്ച് ഉന്നതമാകുന്ന നിലയിലെത്തി. അപ്പോഴദ്ദേഹത്തിന് തോന്നി, എനിക്കിനി LLBക്ക് ഒന്ന് പഠിക്കണം. അങ്ങനെ അദ്ദേഹം LLBക്ക് പഠിച്ച് നല്ലൊരു അഡ്വക്കേറ്റായി മാറുവാൻ ദൈവം കൃപ ചെയ്ത്. അപ്പോഴാണ് അദ്ദേഹത്തോട് അനേകര് അദ്ദേഹത്തെ പിന്തുടർന്നിട്ട് പറഞ്ഞ്, നിങ്ങൾക്ക് നല്ലൊരു രാഷ്ട്രീയ നേതാവായി മുന്നോട്ട് വരുവാൻ കഴിയും. അങ്ങനെ അദ്ദേഹം രാഷ്ട്രീയ രംഗത്തേക്ക് വരുവാൻ ദൈവം ഇടവരുത്തി. ഓരോരുത്തരെ ഉയർത്തി ദൈവം കൊണ്ടുപോകുന്ന വഴികള് നമ്മൾ കാണണം, നമ്മൾ കേൾക്കണം. ഹല്ലേലൂയ. അങ്ങനെ അദ്ദേഹം നല്ലൊരു വഴിയിൽ നല്ലൊരു പാഠശാലയിൽ പഠിച്ച് നല്ലൊരു കോളേജ് വിദ്യാഭ്യാസം ചെയ്ത് ഉന്നതമാവുന്ന ഡിഗ്രി എടുത്ത് LLB കഴിഞ്ഞ് ആമീൻ ഹല്ലേലൂയ രാഷ്ട്രീയ രംഗത്തേക്ക് വന്ന്. അങ്ങനെ അദ്ദേഹം അവിടുത്തെ ഒരു MLA ആയി നിന്ന് മത്സരിച്ച് അമേരിക്കയുടെ പാർലമെന്റിൽ നല്ല വിജയത്തോട് അദ്ദേഹത്തിന് കയറി പറ്റുവാൻ ദൈവം കൃപ ചെയ്ത്. അങ്ങനെ പാർലമെന്റിൽ കയറി അദ്ദേഹം നല്ലൊരു വ്യക്തിയായി മാറി. മനുഷ്യനെ സ്നേഹിക്കുന്ന മനുഷ്യ സ്നേഹിയായി മാറി. സ്നേഹിപ്പാൻ അറിയാവുന്ന ഒരു മനുഷ്യനായി മാറി. പ്രാർത്ഥനയുള്ള ഒരു മനുഷ്യനായി മാറി. പക്ഷെ ജനം അദ്ദേഹത്തെ ഒത്തിരി ഇഷ്ടപ്പെട്ട് ധാരാളം ഹല്ലേലൂയ ദൈവത്തിന് മഹത്വം രീതിയിൽ കൂടി അദ്ദേഹത്തെ ജനം ഇഷ്ടപ്പെടുവാൻ തുടങ്ങിയതുകൊണ്ട് അടുത്ത സന്ദർഭത്തിൽ അദ്ദേഹം അമേരിക്കയുടെ പ്രസിഡന്റായിട്ട് മത്സരിപ്പാൻ ദൈവം അദ്ദേഹത്തിന് കൃപ നൽകി. അങ്ങനെ അമേരിക്കയുടെ പ്രസിഡന്റായിട്ട് മത്സരിക്കുമ്പോൾ അബ്രഹാം ലിങ്കൻ ആ പ്രാവശ്യം ശക്തമാകുന്ന നിലയിൽ ലീഡ് ചെയ്ത് നല്ല ഭൂരിപക്ഷത്തോട് ജയിച്ച് അമേരിക്കയുടെ ഒരു പ്രസിഡന്റ് ആകുവാൻ അബ്രഹാം ലിങ്കന് ദൈവം കൃപ നൽകി. എന്താ അതിന്റെ പിന്നിൽ? അദ്ദേഹം പ്രാർത്ഥനയുള്ളവനായിരുന്നു. ദൈവത്തിന് അദ്ദേഹത്തെ കുറിച്ച് ഉദ്ദേശം ഉണ്ടായിരുന്നു. ഒരു താഴ്ന്ന നിലവാരത്തിൽ ജീവിച്ചു വന്ന വ്യക്തിയാണ്. അമേരിക്കയുടെ പാർലമെന്റിൽ അമേരിക്കയുടെ പ്രസിഡന്റായി തീരുവാൻ ദൈവം കൃപ ചെയ്ത്. പക്ഷെ അദ്ദേഹത്തെ വന്ന വഴിയെ കുറിച്ച് നല്ല ഓർമ്മ. അദ്ദേഹത്തിന്റെ കഷ്ടതയും പട്ടിണിയും ബുദ്ധിമുട്ടും വീട്ടിലെ മാതാപിതാക്കളുടെ ഞെരുക്കങ്ങളും വന്ന വഴികളും താൻ പഠിച്ച വിദ്യാഭ്യാസ മണ്ഡലത്തെ കുറിച്ചും എല്ലാം താൻ ചിന്തിക്കാൻ തുടങ്ങി. അപ്പൊ സാധുക്കളെ കുറിച്ച് അദ്ദേഹം ചിന്തിക്കാൻ തുടങ്ങി. പാവപ്പെട്ടവനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന് കക്ഷി രാഷ്ട്രീയങ്ങളൊന്നുമില്ല. അദ്ദേഹത്തിന് മതമൊന്നുമില്ല. അദ്ദേഹത്തിന് കറുത്തവനെന്നും വെളുത്തവനെന്നുമില്ല. എല്ലാവരെയും ഒരുപോലെ സ്നേഹിപ്പാൻ ഒരു ഹൃദയം ദൈവം അദ്ദേഹത്തിന് കൊടുത്ത്. അതുകൊണ്ട് കറുത്ത വർഗക്കാരെ, ആഫ്രിക്കാരെ നല്ലവണ്ണം സ്നേഹിപ്പാൻ അബ്രഹാം ലിങ്കന് ദൈവം കൃപ കൊടുത്ത് അവരെ നല്ലവണ്ണം സ്വീകരിക്കുകയും നല്ല നല്ല ജോലികൾ അവിടെ പാവപ്പെട്ടവന് വേണ്ടി ഒരുക്കി കൊടുക്കുവാൻ അബ്രഹാം ലിങ്കൻ മുന്നോട്ട് വന്ന്. അതുകൊണ്ട് കർത്തവനുക്ക് വെളുത്തവരുമായിട്ട് വലിയൊരു വർഗീയ വിഷയങ്ങൾ ഉണ്ടായി. വെളുത്താളുകള് അബ്രഹാം ലിങ്കനോട് എതിരായി മാറി. പക്ഷെ എതിരൊന്നും അദ്ദേഹം വകവെച്ചില്ല. ദൈവത്തിന് മഹത്വം. അങ്ങനെ പല നിലയിൽ അദ്ദേഹത്തെ പീഡിപ്പിച്ച് പല രീതിയിൽ അദ്ദേഹത്തെ തട്ടിക്കളയുവാൻ പല വെളുത്ത വർഗക്കാരും അവിടെ നോക്കി. പക്ഷേ അതൊന്നും ദൈവം സമ്മതിച്ചില്ല. കാര്യം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പ്രാർത്ഥനയുണ്ടായിരുന്നു. പ്രാർത്ഥനയാണ് അദ്ദേഹത്തെ നടത്തിയത്. പ്രാർത്ഥന കൊടുങ്കാറ്റ് പോലായി മാറി. ഹല്ലേലൂയ. അങ്ങനെ അനേക പ്രശ്നങ്ങള് പാർലമെന്റിൽ ഇങ്ങനെ വരാൻ തുടങ്ങി. അതിനെല്ലാം തരണം ചെയ്ത് ജീവിപ്പാൻ അബ്രഹാം ലിങ്കന് ദൈവം കൃപ നൽകി. അങ്ങനെയാണ് ഒരു ദിവസം വലിയൊരു പ്രശ്നം അമേരിക്കയുടെ പാർലമെന്റിൽ നടക്കുമ്പോൾ
അദ്ദേഹത്തിന് ആ പ്രശ്നം പരിഹരിക്കാൻ വയ്യ. അത്രമാത്രം പ്രതിസന്ധിയിലായി. പാർലമെന്റ് അടുത്ത ദിവസം കൂടും. തന്റെ അണ്ടർ സെക്രട്ടറിയൊക്കെ പറഞ്ഞ് നാളെ വലിയൊരു പ്രശ്നമുണ്ട്, പാർലമെന്റിലെ പ്രശ്നം പരിഹരിക്കണം. ഞാൻ അത് ചിന്തിച്ചിട്ട് എനിക്ക് ഒരു എത്തുംപിടിയും കിട്ടുന്നില്ല. താങ്കൾ ചിന്തിച്ചിട്ട് വല്ല എത്തുംപിടിയും കിട്ടിയോ? അദ്ദേഹം പറഞ്ഞു, ഞാനും ചിന്തിച്ചുകൊണ്ടിരിക്കുവായിരുന്നു, എന്താ പറയേണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. എബ്രഹാം ലിങ്കന്റെ പ്രാർത്ഥനയെ മുറിച്ചെന്ന് അദ്ദേഹം രണ്ട് കൈയും ആകാശത്തിലേക്ക് ഉയർത്തി ബൈബിൾ എടുത്ത് വായിച്ച് ഉയരത്തിലേക്ക് കൈവച്ചിട്ട് ദൈവത്തോട് പറഞ്ഞ്, കർത്താവേ, നാളെ പാർലമെന്റ് തുടങ്ങുമ്പോൾ പ്രതിപക്ഷം ചോദിക്കുന്നതിന് മുഴുവനും മറുപടി പറയുവാൻ ദൈവം ഇന്ന് പകൽക്കാലം എനിക്ക് വാക്കുകളെ തരണമേ. എനിക്ക് എന്താ പറയേണ്ടെന്ന് അറിയത്തില്ല. എന്നെ ഇവിടം വരെ കൊണ്ടുവന്നത്, അമേരിക്കയുടെ പാർലമെന്റ് വരെ എത്തിച്ചത് കർത്താവേ നീയാണെങ്കിൽ എന്നെ ബാക്കിയുള്ള കാര്യങ്ങളും ചെയ്തെന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സർവശക്തനായിരിക്കുന്ന ദൈവത്തിന് കഴിയുമെന്ന് എബ്രഹാം ലിങ്കൻ ദൈവത്തോട് കണ്ണുനീരോട് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ പകൽക്കാലം എബ്രഹാം ലിങ്കനോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അദ്ദേഹത്തോട് സംസാരിച്ച് അടുത്ത ദിവസം പാർലമെന്റിൽ പറയേണ്ട സർവ്വ കാര്യങ്ങളും. അതാ ഒരു പ്രാർത്ഥനാ മനുഷ്യന് ഭാരപ്പെടേണ്ട കാര്യങ്ങളില്ല, വേദനപ്പെടേണ്ട കാര്യങ്ങളില്ല, നിരാശപ്പെടേണ്ട കാര്യങ്ങളില്ല. അവൻ ദൈവസന്നിധി താന്നിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് കൃത്യമായി അവനോട് സംസാരിക്കും. ഇന്ന് പകൽക്കാലം എനിക്ക് പറയുവാനുള്ള ഇതാണ്, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, ഹല്ലേലൂയ. പാർലമെന്റ് കൂടിയപ്പോൾ ശക്തമായി എബ്രഹാം ലിങ്കൻ ഹല്ലേലൂയ അവർക്ക് ചോദിച്ച സർവ്വ കാര്യത്തിനും മറുപടി കൊടുക്കുവാൻ ദൈവം കൃപ ചെയ്തു. അവിടെ എങ്ങും പരാജയപ്പെട്ടു പോകുവാൻ ദൈവം അനുവദിച്ചില്ല. ഒരു ദൈവ പൈതലിനെ എങ്ങും പരാജയപ്പെട്ടു പോകുവാൻ ദൈവം സമ്മതിക്കത്തില്ല. പ്രതികൂലങ്ങൾ എത്ര ശക്തമായി ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നവരാ. ഞങ്ങൾ രോഗമില്ലാത്തവരല്ല, 2 കിഡ്നിയും അല്ലേലും നഷ്ടപ്പെട്ട ഒരു ദൈവത്തിന്റെ ദാസനാണ് ഞങ്ങളുടെ ഒപ്പം ഇവിടെ നിൽക്കുന്നത്. അമേരിക്ക ജോലിയുള്ള ഒരു മനുഷ്യനായിരുന്നു. നല്ല നിലയിൽ ജീവിച്ച് മുന്നോട്ട് പോയൊരു വ്യക്തിയാണ്. പക്ഷെ കർത്താവ് അദ്ദേഹത്തെ തൊട്ട് വൈദ്യശാസ്ത്രം എല്ലാം പരാജയപ്പെട്ട് ഡോക്ടർമാര് കൈവടിഞ്ഞ്, കാര്യം 2 കിഡ്നി നഷ്ടപ്പെട്ടു പോയില്ലേ. പക്ഷെ എന്താ, പ്രാർത്ഥന ഉണ്ടായിരുന്നു. ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി, ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവോദയത്തിന്റെ പ്രാർത്ഥന കേട്ട് ഡോക്ടർമാർക്ക് അതിശയം കൂർമാർത്തക്കതുപോലെ 2 കിഡ്നിയും പ്രവർത്തിപ്പാൻ ദൈവോട് കൃപ നൽകി. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, അതുപോലെ എത്രയോ കാര്യങ്ങളാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. ഒരു നാള് ഞങ്ങള് മദ്യപാനത്തിന്റെ പിന്നാലെ നടന്നവരും അല്ലെങ്കിൽ ഒരു കൈ വടിവാളും ഒരു കൈയിൽ മദ്യക്കുപ്പിയുമായി നടന്ന വ്യക്തിയാണ്. എന്നാൽ ദൈവത്തിന് സ്തോത്രം, യേശു ക്രിസ്തു ഞങ്ങളുടെ ഉള്ളിൽ വന്നപ്പോൾ, കർത്താവായ യേശു ക്രിസ്തു ഞങ്ങളുടെ ഉള്ളിൽ കടന്നു വന്നപ്പോൾ ഞങ്ങളുടെ കയ്യിൽ അല്ലെങ്കിൽ ഇരുന്ന മദ്യക്കുപ്പി താഴെ പോയി, ഞങ്ങളുടെ വലത്ത് കയ്യിൽ ഇരുന്ന വടിവാള് താഴെ പോയി. ഹല്ലേലൂയ. കാര്യം എന്താ, യേശു ഞങ്ങളുടെ ഉള്ളത്തിൽ വന്നു കഴിയുമ്പോൾ ഹല്ലേലൂയ ലോകപ്രകാരമായിട്ടുള്ളതൊന്നും നമ്മുടെ കയ്യിൽ ഇരിക്കാൻ ദൈവം സമ്മതിക്കത്തില്ല. കാര്യം യേശു ആരാ? സർവശക്തനായിരിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. യേശു തമ്പുരാനെ പിടിച്ചു കൊണ്ടുപോകുവാൻ വലിയൊരു പടക്കൂട്ടം കടന്നു വരുമ്പോൾ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കൂടെ ഏറ്റവും കൂടുതൽ കർത്താവ് സ്നേഹിച്ച ഒരു ശിഷ്യനായിരുന്നു പത്രോസ്. ഹല്ലേലൂയ. ഈ ജനത്തിന്റെ വരവ് കണ്ടപ്പോൾ പരിശയന്മാരെയും ശാസ്ത്രിമാരെയും സാധുക്യരെയും വലിയൊരു പടനായകന്മാരെയും കണ്ട് റോമൻ പടയാളികളെയും കണ്ടു കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ ഈ പത്രോസ് എടുത്തിയാട്ടക്കാരനായതുകൊണ്ട് തന്റെ അരയിൽ എപ്പോഴും ഒരു വാള് ഇങ്ങനെ തൂക്കിയിടും. ആ വാളെടുത്ത് കൂടെ വന്ന പുരോഹിതന്റെ ചേവകനെ വെട്ടി, കഴുത്തിനാ വെട്ടിയത്, പക്ഷെ കാതിനാ കൊണ്ട് കാതങ്ങ് താഴെ വീണ് അർത്ത് താഴെയിട്ട് കർത്താവ് പത്രോസിനെ അപ്പൊ വഴക്ക് പറഞ്ഞ് ശാസിച്ച്, വാളെടുക്കുന്നവൻ വാളാല് നശിച്ചു പോകും, പത്രോസെ വാളെടുത്ത് ഉറയിലിട് എന്ന് പറഞ്ഞ് കർത്താവ് ശാസിക്കുകയാണ് ചെയ്തത്. എല്ലാ കർത്താവിന് പ്രോത്സാഹനം കൊടുത്തില്ല. ആ സമയത്തും നസ്രയനായിരിക്കുന്ന യേശു തമ്പുരാൻ ആ കാതെടുത്ത് ആ ബാല്യ ഹല്ലേലൂയ ശിഷ്യന്റെ കാതയിലോട്ട് കാതെടുത്ത് വെച്ചിട്ട് അവനെ ദൈവം സൗഖ്യമാക്കി വിടുകയാണ് ചെയ്തത്. അത് കണ്ടേലും ആ ജനത്തിന് മടങ്ങി വരാമായിരുന്നു, പക്ഷെ അവരെ ചെയ്തില്ല. ദൈവത്തിന് മുഖത്ത് ഇതൊക്കെ ലോകത്തിൽ സംഭവിക്കേണ്ടതായതുകൊണ്ട് ആ കാര്യങ്ങൾ അങ്ങനെ മുന്നോട്ട് പോകേണ്ടി വന്ന്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ എങ്ങും നമ്മള് അവര് കീഴടങ്ങേണ്ടി വന്നില്ല. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട
സഹോദര സഹോദരി, പ്രിയപ്പെട്ട ദേശനിവാസികളെ, നിങ്ങൾ ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ ഈ സന്ദേശം കേൾക്കുമ്പോൾ ഞങ്ങളൊരു മതപരിവർത്തനത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ഞങ്ങൾ മറ്റെന്തെങ്കിലും വിഷയങ്ങൾ സംസാരിപ്പാനോ അല്ല ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. ഹല്ലേലൂയ. ഞങ്ങൾ പറയുന്നത് രക്ഷയെ കുറിച്ചാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്, മദ്യപാനത്തെ കുറിച്ചാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്, മയക്കുമരുന്നിനെ കുറിച്ചാണ് ഞങ്ങൾ പ്രസ്താവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്കൊരു രക്ഷ നേടണം. അതാണ് നമ്മൾക്ക് പറയുവാനുള്ള ഏക പോംവഴി. ആരുടെയും പണം വാങ്ങിച്ചോ, ആരുടെയും ഹല്ലേലൂയ ഹെൽപ്പ് ഞങ്ങളുടെ ജീവിതത്തിൽ ആവശ്യപ്പെട്ടൊന്നുമല്ല, ആരുടെയും പണം വാങ്ങിച്ചല്ല ഞങ്ങൾ ഇവിടെ നിന്ന് ഈ സുവിശേഷം പറയുന്നത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഈ സുവിശേഷം പറയുന്നത് ദൈവത്തോടുള്ളതായ സ്നേഹമാണ്. ദൈവം ഞങ്ങളെ വിളിച്ച് വേർതിരിച്ച് ഞങ്ങളെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഓരോ ദേശത്തും ഓരോ സ്ഥലങ്ങളിലും ഓരോ മുക്കിലും ഓരോ മൂലയിൽ നടന്ന് കർത്താവായ യേശു ക്രിസ്തുവിനെ ഞങ്ങൾ ഉയർത്തി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തു ഈ പാർത്തലത്തിൽ വന്നത് ഒരു മതം സ്ഥാപിപ്പാനല്ല. കർത്താവിനോട് മതം ആവശ്യമില്ല. കർത്താവിടെ ക്രിസ്ത്യാനിയെ ഉണ്ടാക്കുവാനല്ല കർത്താവിടെ വന്നത്. കർത്താവിടെ ക്രിസ്തുമതം ഉണ്ടാക്കിയതുമില്ല. ഇവിടെ ശിഷ്യന്മാരാണ്, അല്ലെങ്കിൽ അപ്പോസ്തലന്മാരാണ് അങ്ങനെ ഒരു ക്രിസ്തുമതം ഇവിടെ കൊണ്ടുവരുന്നത്. അല്ലാതെ യേശു കർത്താവ് ഇവിടെ വന്ന് ലോകത്തിൽ വന്നിട്ട് ഇവിടെ ക്രിസ്തുമതം ഉണ്ടാക്കിയിട്ടേ ഇല്ല. കാര്യം അതിന്റെ ആവശ്യം ക്രിസ്തുവിനില്ല. കാര്യം ഞാനും എന്നെ സമീപത്ത് നിൽക്കുന്ന പ്രിയപ്പെട്ടവരും എന്നെ കേൾക്കുന്ന ദേശനിവാസികളെല്ലാം യേശുവിന്റെ വകയാണ്. ഹല്ലേലൂയ. അവൻ സൃഷ്ടികർത്താവാണ്. അവൻ സൃഷ്ടിച്ച ദൈവത്തിന്റെ ജനമാണ്. ആ ജനത്തെ ഒന്നുപോലെ സ്നേഹിപ്പാൻ കഴിവുള്ള ഒരേ ഒരു വ്യക്തി ലോകത്തിലുണ്ടെങ്കിൽ അത് നസറേനായിരിക്കുന്ന യേശു തമ്പുരാനാണ്. അതുകൊണ്ട് കർത്താവിന് ജാതിയില്ല, കർത്താവിന് മതമില്ല. യേശുവിന് ഹല്ലേലൂയ ജാതിയും കുലവും വർഗവും ഒന്നും യേശു തമ്പുരാനില്ല. എല്ലാവരെയും ഒരുപോലെ സ്നേഹിപ്പാൻ കഴിവുള്ള ഹല്ലേലൂയ കർത്താവിനെ ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഇവിടെ ഉയർത്തി കാണിക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ എന്റെ ഹല്ലേലൂയ വചനവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് ഞാൻ എന്റെ വാക്കുകളെ നിർത്തിയിട്ട് ഞാൻ എന്റെ ഒരു സാക്ഷ്യം കൂടി ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. ഞാനൊരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട ഒരു വ്യക്തിയാണ്. എന്റെ അപ്പനും അമ്മയ്ക്കും ഞങ്ങൾ 6 മക്കളാണ്. ഞാൻ 5ാമത്തെ ഒരു മകനാണ്. അല്ലെങ്കിൽ 4 ആമക്കളും 2 പെൺമക്കളുമാണ് എന്റെ അപ്പനും അമ്മയ്ക്കും ഉള്ളത്. അങ്ങനെ വളരെ കർഷതയിൽ കൂടി ഞങ്ങൾ വളർന്നു വന്ന ആളുകളാണ്. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. ആമീൻ. എന്റെ നേരെ മൂത്ത ഒരു സഹോദരി ഉണ്ടായിരുന്നു. അവൾക്ക് ക്യാൻസർ എന്ന് പറഞ്ഞ മഹാരോഗം പിടിപെട്ട് അവള് വിവാഹം ചെയ്ത് വളരെ സന്തോഷകരമായ 2 കുഞ്ഞുങ്ങളും ഒരു ഭർത്താവുമായി ജീവിക്കുമ്പോഴാണ് ക്യാൻസർ എന്ന് പറഞ്ഞ രോഗം പിടിപെടുന്നത്. ആ സഹോദരിയെ ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്ന് ചികിത്സ ചെയ്ത്, പക്ഷെ അവളെ രക്ഷിപ്പാൻ ഞങ്ങൾക്കോ ഡോക്ടർമാർക്കോ വൈദ്യശാസ്ത്രത്തിനോ കഴിഞ്ഞില്ല. 6 മാസം ചികിത്സ കഴിഞ്ഞ് ഒരു ദിവസം ഡോക്ടർ പറഞ്ഞ് ഞങ്ങൾ ചെയ്യാവുന്ന മരുന്നുകളെല്ലാം ചെയ്ത് ഭവനത്തിൽ കൊണ്ടുപോകും. ഭവനത്തിൽ കൊണ്ടുവന്ന് ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം രാവിലെ 2 പിടി കുഞ്ഞുങ്ങൾ ഓടി എന്റെ അടുക്ക വന്നിട്ട് പറഞ്ഞു, അങ്കിളിനെ അമ്മ വിളിക്കുന്നു, അമ്മയ്ക്ക് വേദന കൊണ്ട് കിടക്കാൻ വയ്യ. ഞാൻ ഓടി ചെന്നപ്പോ എന്റെ അടുക്ക പറഞ്ഞ്, വേദന എനിക്ക് സഹിക്കാൻ വയ്യ, ഞാൻ പ്രിയം വെച്ച നിത്യതയിൽ യേശു കർത്താവിന്റെ രാജ്യത്തേക്ക് ഞാൻ പോവുകയാണ്. എന്റെ കുഞ്ഞുങ്ങളെ ദൈവമുള്ളവരാക്കി നീ വളർത്തണമേ എന്ന് പറഞ്ഞവള് കണ്ണടച്ച് പ്രാണനെ വിട്ട് അവള് പ്രിയം വെച്ചതായ ആ നിത്യപരദീശയിൽ എത്തിച്ചേരുവാൻ ദൈവോട് കൃപ ചെയ്ത് ഞങ്ങളുടെ ദുഃഖവും പ്രയാസവും മാറി എന്ന് വിചാരിച്ചില്ല. അടുത്ത ക്യാൻസർ വരുന്നത് എന്റെ അമ്മയ്ക്കാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അമ്മയെ ഇതുപോലെ ക്യാൻസർ വന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ചികിത്സ ചെയ്ത് 6 മാസം ചികിത്സ ചെയ്ത് ഡോക്ടർ കൈവടിഞ്ഞ് വൈദ്യശാസ്ത്രം കൈവടിഞ്ഞ് ആർക്കും എന്റെ അമ്മയെ രക്ഷിപ്പാൻ കഴിയത്തില്ല എന്ന് എനിക്ക് ബോധ്യമായി. ഹല്ലേലൂയ. ഒരു ദിവസം ഡോക്ടർ പറഞ്ഞ്, അമ്മയെ ദൈവത്തിന് മഹത്വം, ആ ഭവനത്തിലേക്ക് കൊണ്ടുപോയിക്കോളൂ. ഞങ്ങൾ ചെയ്യാവുന്ന മരുന്നുകളെല്ലാം ചെയ്ത് 25 റേഡിയേഷൻ 3 പ്രാവശ്യമായിട്ട് ചെയ്ത്, പക്ഷെ അമ്മയെ സൗഖ്യമാക്കുവാൻ ഈ ലോകത്തിന്റെ വൈദ്യശാസ്ത്രത്തിന് കഴിഞ്ഞില്ല. വൈദ്യശാസ്ത്രം പരാജയപ്പെട്ട് ഡോക്ടർ മരുന്നുകളെല്ലാം പരാജയപ്പെട്ട് എന്റെ അടുക്കെ പറഞ്ഞ്, വേദനയില്ലാതെ കുറച്ച് നാളുകൾ ഭവനത്തിലായിരിക്കണമെങ്കിൽ ഈ നാക്കുകൊണ്ട് ഇന്ന് ഓപ്പറേഷൻ ചെയ്യണം, അതിനോടുകൂടി വേദനയില്ലാതെ കുറച്ചു കാലം ഇരിക്കും. അങ്ങനെ ഭവനത്തിൽ കൊണ്ടുവന്ന്
സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടി. എങ്കിലും ഒരു മാതാവ് വേദന അനുഭവിച്ച് ഭവനത്തിയിരിക്കുന്ന കാഴ്ച കാണുമ്പോൾ നമ്മൾ മക്കളല്ലേ, ദുഃഖങ്ങളും പ്രയാസങ്ങളും നമുക്ക് വരാതിരിക്കുമോ? അത്രമാത്രം കഷ്ടപ്പെട്ട് വേദനപ്പെട്ട് ഭാരപ്പെട്ടല്ലേ നമ്മുടെ മാതാപിതാക്കള് നമ്മളെ വളർത്തി നമ്മളെ പ്രാപ്തിയാക്കി കൊണ്ടുവരുന്നത്. ആ കഷ്ടത കണ്ട്, ആ വേദന കണ്ട് ഒരു മക്കൾക്കും ഇരിക്കാൻ കഴിയത്തില്ല. എന്റെ അമ്മയുടെ ആ വേദന കണ്ട് ഇരിക്കാൻ കഴിയാതെ വന്നപ്പോൾ ബുദ്ധിമുട്ടും ഞെരുക്കോ ആണേലും ഞാൻ വളരെ പ്രയാസത്തിൽ കൂടിയാ കടന്നു പോകുന്നതിലും ഞാൻ ആശുപത്രി കൊണ്ടുപോയി അല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്ത് അതിനുശേഷം വേദനയില്ലാതെ കുറച്ചു കാലം മാതാവ് ഭവനത്തിലായിരിക്കാൻ ദൈവത്തോട് കൃപ ചെയ്ത് 3 വർഷം ജീവിച്ചിരുന്ന് ഒരു ദിവസം ലോകം വിട്ട് അമ്മ പ്രത്യാശ വെച്ച പരദീശയിൽ എത്തിച്ചേരുവാൻ ദൈവത്തോട് കൃപ ചെയ്ത്. അപ്പൊ ഞാൻ ഓർത്ത്, അമ്മയും പെങ്ങളും മരിച്ച് ഇനി ഞങ്ങളുടെ കഷ്ടങ്ങളും ദുഃഖങ്ങളും എല്ലാം മാറി ഞങ്ങളുടെ വേദനയ്ക്കൊരു വിരാമമായി എന്ന് ചിന്തിച്ചില്ല. അടുത്ത ക്യാൻസർ വരുന്നത് എനിക്കാണ്. 4 അന്നനാളത്തിൽ ക്യാൻസർ വന്ന് അല്ലേലൂയ ഞാൻ തിരുവനന്തപുരം ക്യാൻസർ സെന്ററിൽ പോയി ചികിത്സ ചെയ്യുവാൻ കൃപ ചെയ്ത് 6 മാസത്തോടെ ചികിത്സ ചെയ്ത് റേഡിയേഷൻ 25 ചെയ്ത്, പക്ഷെ എന്നെ സൗഖ്യമാക്കുവാൻ അവിടെ മരുന്നിന് കഴിഞ്ഞില്ല. അല്ലെങ്കിൽ ക്യാൻസർ സെന്ററിലെ ഒരു ഡോക്ടർക്കും എന്നെ രക്ഷിപ്പാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഡോക്ടർമാര് പറഞ്ഞ ഭവനത്തിൽ പൊക്കോട്, ഒരു ഇഞ്ചക്ഷനുണ്ട്, ചെയ്യാൻ കഴിയത്തില്ല, ആരോഗ്യം അത്രമാത്രം നഷ്ടപ്പെട്ടിരിക്കുന്നു നിങ്ങളുടെ, അതുകൊണ്ട് ഭവനത്തിൽ പോ, ആരോഗ്യം പ്രാവശ്യം വന്നാ ചെയ്യാം എന്ന് വെച്ചാൽ അവർക്കറിയാം മരിച്ചു പോകുന്നു. അങ്ങനെ ഒരു വടിയെ കുത്തി ഞാൻ എന്റെ ഭവനത്തിൽ വന്നത്. അല്ലേലൂയ, അങ്ങനെ ഒരു വടിയുടെ ആശ്രയത്തോട് ഭവനത്തിൽ കഴിയാണ്. ആഹാരം ഇറങ്ങത്തില്ല, ആഹാരം കഴിക്കാൻ കഴിയത്തില്ല, വെള്ളം പോലുള്ള എന്തെങ്കിലും മാത്രമേ എന്റെ ആ അന്നനാളത്തിൽ കൂടെ താഴോട്ട് പോവുകയുള്ളൂ. അങ്ങനെ 6 മാസം ആഹാരം കഴിക്കാതെ കഴിഞ്ഞ ഒരു വികൃതിയാണ് ഞാൻ. ദൈവത്തിന് മഹത്വം. എന്നാൽ എന്റെ ഭവനത്തിൽ ഇരുന്ന് ഞാൻ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ച, കർത്താവേ അങ്ങനെ സൗഖ്യമാക്കണമേ, ആയിരങ്ങളെ വിടുവിച്ച കർത്താവേ, ആയിരങ്ങളെ രക്ഷിച്ച കർത്താവേ, കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയ കർത്താവേ, ലാസറിന്റെ കല്ലറ ചെന്നിട്ട് ലാസറേ എന്നൊരു വാക്ക് വിളിച്ചപ്പോൾ ആ കെട്ടുകൾ പൊട്ടിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവത്തിന് മഹത്വം കർത്താവേ, കുഴിയിൽ നിന്ന് ചാടി എഴുന്നേറ്റ് ലാസർ വന്നതുപോലെ നിനക്ക് വരുത്തുവാൻ കഴിയും, എന്നെ അങ്ങനെ രക്ഷിപ്പാൻ കഴിയുമല്ലോ. നിന്റെ അടുക്കെ വന്നവരെല്ലാം രക്ഷപ്പെട്ടല്ലോ കർത്താവേ, നിന്റെ ശക്തി ഇന്നും കുറഞ്ഞിട്ടില്ലല്ലോ, നീ അനേകരെ ഇന്നും രക്ഷിക്കുന്നല്ലോ കർത്താവേ, അനേകരെ ഇന്നും നീ സൗഖ്യമാക്കുന്നല്ലോ. യേശു ജീവിക്കുന്ന ദൈവമാണെന്ന് ഞാൻ അറിയുന്ന കർത്താവേ, അതുകൊണ്ട് എന്നെ സൗഖ്യമാക്കണമേ എന്ന് എന്റെ ഭവനത്തിൽ നിന്ന് കരയുവാനും പ്രാർത്ഥിക്കുവാനും തുടങ്ങി. എന്റെ മക്കളുടെ വിവാഹം ഒന്ന് കഴിഞ്ഞു കാണാൻ ഞാൻ ഒത്തിരി ആഗ്രഹിച്ച് പെരയുടെ പണി പൂർത്തീകരിച്ചില്ല, വാർപ്പ് നിലയിലാക്കിയിട്ടിരിക്കുകയാണ്. വളരെ ബുദ്ധിമുട്ടിൽ കൂടി കടന്നു പോകുന്നു. ഏത് മാതാപിതാക്കളും ചിന്തിക്കുന്ന വിഷയമാണ്. മക്കളുടെ വിവാഹം നടന്നും അവര് നല്ലൊരു ഭാവിയിൽ എത്തിക്കാണുവാൻ. അത് തന്നെ ഞാനും ചിന്തിച്ചോള്. അങ്ങനെ വളരെ ദുഃഖത്തിൽ കൂടി കണ്ണുനീരിൽ കൂടി ഭവനത്തിലായിരിക്കുകയാണ്. കാര്യം മരണം എന്നെ കാത്ത് ഇങ്ങനെ അല്ലലിരിക്കുകയാണ്. നാളത്തെ ഒരു പ്രഭാതം എനിക്ക് ലഭിക്കുമോ എന്ന് എനിക്ക് പറയാൻ കഴിയത്തില്ല. കാര്യം എന്റെ രോഗം അത്ര അതികഠിനമായിരുന്നു. ദൈവത്തിന് മഹത്വം, ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തിന് സ്തോത്രം. എന്റെ ചർച്ചിൽ ഒരു പ്രാർത്ഥന 18ാമത്തെ ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ ഞാൻ കടന്നുപോയി. അവിടെ ചെന്നിരുന്ന് ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ച്, കർത്താവേ ഇന്ന് പകൽക്കാലം എന്നോട് സംസാരിക്കണമേ, നീ ജീവിക്കുന്ന ദൈവമാണല്ലോ. യേശു തമ്പുരാനെ നിനക്ക് സൗഖ്യമാക്കുവാൻ കഴിയും. 6 മാസമായി ഞാൻ ആലയത്തിൽ വന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് നിന്റെ മുഖത്തെ കൃത്യമായി നോക്കിയിട്ട് ഇന്ന് എന്നോട് നീ സംസാരിക്കണമേ, ഇന്ന് എന്നെ അങ്ങ് സൗഖ്യമാക്കണമേ എന്ന് അവിടെ നിന്ന് നിലവിളിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ആ പകൽക്കാലം ഞാൻ കേൾക്കുന്ന ശബ്ദം, ഇന്ന് പകൽക്കാലം നിന്നെ ഞാൻ സൗഖ്യമാക്കുന്ന ദൈവമാണെന്നാണ് കേൾക്കുന്ന ശബ്ദം. അല്ലെങ്കിൽ എന്നേക്ക് 15 വർഷമായി സഹോദരി, യേശു എന്നെ ക്യാൻസർ എന്ന് പറഞ്ഞ മഹാരോഗത്തിൽ നിന്ന് ദൈവം എന്നെ സൗഖ്യമാക്കിയിട്ട് ഞാൻ വിടുതൽ പ്രാപിച്ച് ഞാൻ ദൈവത്തിന് മഹത്വം എന്റെ ഭവനത്തിലേക്ക് വരുമ്പോൾ എന്റെ ഭാര്യ പറഞ്ഞ്, എന്തിനാണ് ഏകനായ അവിടെ കടന്നുപോയത്? ആ 6 മാസക്കാലം ആഹാരം കഴിക്കാത്ത നിങ്ങൾക്ക് അവിടെ ചെന്ന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ സഭ ഹല്ലേലൂയ ഉപവാസ പ്രാർത്ഥന അലക്ഷ്യമാകുകയില്ലേ? പോയത് വളരെ തെറ്റായി പോയി. ഞാൻ പറഞ്ഞു, നീ അങ്ങനെ പറഞ്ഞ് സംഗതി ശരിയാ, പക്ഷെ എന്റെ അന്തരാത്മാവിൽ എന്നോട് സംസാരിച്ച് പ്രാർത്ഥനയ്ക്ക് പോകുന്നു. അത് കേട്ടിരിക്കെ പോകാതിരിക്കാൻ കഴിയത്തില്ല. അതാണ് പോയത്. അതുകൊണ്ട് ദൈവം എന്നെ സൗഖ്യമാക്കിയാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അങ്ങനെ ദൈവത്തിൽ നിന്നുള്ള വിടുതല് ഞാൻ പ്രാപിച്ച് എന്നെ കേൾക്കുന്ന സഹോദര എന്ന് പറഞ്ഞപ്പോൾ എന്റെ സഹോദരിക്ക് അതത്ര വിശ്വാസമല്ല.